നിനക്കാരുമില്ല എന്ന് തോന്നിത്തുടങ്ങിയാൽ ഒന്നോർക്കുക, നിന്നെ സൃഷ്ടിച്ചവൻ കൂടെയുണ്ടെന്ന്. അതെ, നമുക്കറിയാം, ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറെയും കാണാൻ കഴിയുക അപരാധ കാഴ്ചകൾ മാത്രമാണ്. പ്രായഭേദമന്യേ ഒട്ടുമിക്ക ആളുകളും ഏറ്റവും മോശമായ തുണി ബഹിഷ്കരിച്ചുകൊണ്ട് അതീവ മ്ലേച്ഛമായ രീതിയിൽ വീഡിയോ പങ്കുവെക്കുന്നത് നിരന്തര കാഴ്ചകളാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സ്ത്രീ, ഒരു കുലീനിയായ ഒരു സ്ത്രീ, അതായത് ഈ കാലഘട്ടത്തിലും നല്ല വസ്ത്രം ധരിച്ച് സാരി ഉടുത്ത് ഭഗവാനെ പ്രകീർത്തിക്കുന്ന സോങ് ഒക്കെ ഇട്ട് ഡാൻസ് കളിച്ച്, അതായത് തനിക്ക് കിട്ടുന്ന ആ ഒരു വ്യൂസ് മതി എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു വീട്ടമ്മ ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പെൺകുട്ടി അയച്ചു തന്നെയാണ്. എന്തുകൊണ്ടും ഇൻസ്റ്റഗ്രാമിൽ തുണി അഴിക്കുന്ന സ്ത്രീകൾക്ക് ഈ ഒരു സ്ത്രീ ഒരു പാഠം തന്നെയാണ്. വരട്ടെ കൂടുതൽ വീഡിയോസ്. ഹലോ, നമസ്കാരം. ഞാൻ തന്നെയാണ്. ഞാൻ ഈ വെള്ളിയാഴ്ച പെരിജേരിസിന്റെ പാക്കേജ് വണ്ടിയിൽ വേളാങ്കണ്ണിക്ക് പോയിക്കായിരുന്നു. ആദ്യമായിട്ടാണ് അത് സ്ലീപ്പർ കോച്ചിൽ പോകുന്നത്. ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ ഏറെ ഞെട്ടുളവാക്കുന്നൊരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വീട്ടമ്മ ഈ രീതിയിലൊരു മാറ്റത്തിലേക്ക് പോയത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ റെക്കമെൻഡേഷൻ സസ്പെൻഡായി, എന്നാൽ പോലും നിങ്ങൾ ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേ ഏറിയാൽ 42-43 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു 78 മോഡൽ വണ്ടി ഒരു വീട്ടമ്മ. ആ ഒരു വീട്ടമ്മ തൻ്റെതായ രീതിയിലുള്ള നിരവധി റീൽസുകൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. അതായത് തൻ്റെ ഫുഡ് ബ്ലോഗുകൾ എല്ലാ ടൈപ്പും ഒന്നായിട്ട് കണ്ടതിന് ശേഷം ഏതൊരു സാഹചര്യത്തിലാണ് ഏറ്റവും ഞെട്ടലുളവാക്കുന്ന, കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ഈ ഒരു വീട്ടമ്മ പോയത് ഒന്നായിട്ട് തന്നെ പരിശോധിക്കാം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ തന്നെയാണ്. കുറേ മാസങ്ങളോളമായി ഞാൻ ഫുഡിൻ്റെ ഒന്നും ഇടാറില്ല. പുറത്ത് പോയി കഴിച്ചാലും വീട്ടിൽ കഴിച്ചാലും ഒന്നും ഇടുന്നില്ല, ഉണ്ടാക്കുന്നത് ഇടുന്നില്ല. പിന്നെ ഒക്കെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വൈകുന്നേരത്തെ ഫുഡാണ് കേട്ടോ. തക്കാളി ചാറും പിന്നെ ചൂനിയമുളക് ഉണ്ടായിരുന്നു. അതൊക്കെ ചമ്മന്തി അരച്ചിട്ട് ഉള്ളിയും പുളിയും ഇതൊക്കെ ഇട്ടിട്ട് വെറുതെ. പിന്നെ അയില വറുത്തുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി മീൻ മേടിച്ചിട്ട്, അപ്പോൾ പിന്നെ ഒന്ന് വാങ്ങിക്കാമെന്ന് വെച്ചു. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഹരിചിത്രം മൃദു മനസ്സിൽ ശുഭതീർത്ഥം. അതായത് നോക്കുക, ആ ഒരു വീട്ടമ്മ താൻ ഫുഡ് കഴിക്കുന്ന റെസിപ്പിയൊക്കെ എന്താണെന്ന് കാണിച്ചുകൊണ്ട് വളരെ വിശദമായി വളരെ മനോഹരമായ ഒരു വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോയ്ക്ക് ആകെ കിട്ടിയിരിക്കുന്ന ലൈക്കുകൾ 84 ലൈക്കും 6 കമന്റുകളും. ഏറെ ദുഃഖകരമായൊരവസ്ഥ. അത്തരത്തിലുള്ള നിരവധി വീഡിയോസ്, മസാല ദോശയുടെ റിവ്യൂ, ഹോട്ടലുകളുടെ റിവ്യൂ, ഈ ഒരു വീട്ടമ്മ തൻ്റെ വ്ലോഗിങ്ങിന് വേണ്ടി നാനാ തുറയിലുള്ള വീഡിയോകളൊക്കെ പരീക്ഷിച്ചു. അതായത് താൻ പരീക്ഷിക്കുന്നത് മുഴുവൻ പരാജയപ്പെടുന്ന, ഒരു കമുക്കുകളും കാണാത്ത രീതിയിലേക്ക് പോകുന്നൊരവസ്ഥ. ഏറെ ദുഃഖകരമായൊരവസ്ഥയിലേക്ക്, അതായത് തൻ്റെ വ്ലോഗിങ് കരിയർ തന്നെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചോദ്യം തൻ്റെ മുമ്പിൽ വരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്ക് അവിടുത്തെ മസാല ദോശ ഇഷ്ടമാണ്. ഉഴുന്നോട് അതിനേക്കാളും ഇഷ്ടമാണ് കോഫി. പിന്നെ അതിനേക്കാളും ഇഷ്ടമാണ് അവിടെ കൊണ്ടുവരുന്ന ചേച്ചിമാർ. നല്ല പെരുമാറ്റം കേട്ടോ, നല്ല രസമായിട്ടിങ്ങ. സാധാരണ ഹോട്ടലിൽ പോലെയല്ല, നമ്മൾ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന പോലെ ഒരു ഫീലിങ്സാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, താല്പര്യപ്പെടുകയാണെങ്കിൽ കഴിച്ചോളൂ. വന്നിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന ഫുഡുകളാണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ കുറച്ച് സ്പേസുകളുണ്ടല്ലോ, അവിടെ ഒന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് തോന്നുന്നത് അതുപോലൊരു ഇടാണ് കേട്ടോ. അതായത് ഫുഡ് റിവ്യൂ, ഭക്തിക്ക് ഭക്തി, അമ്പലങ്ങളായ അമ്പലങ്ങൾ, എന്തൊക്കെ ചെയ്യാമോ, അതായത് ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി വ്ലോഗ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ആ ഒരു സ്ത്രീ നടത്തുകയുണ്ടായി. അത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ, അതായത് തൻ്റെ അമ്പലത്തിലെ വേലയടക്കം ഓള് പബ്ലിഷ് ചെയ്തു. ഊരാൻ പല്ലിശ്ശേരിയിലെ ഒരു വേലയാണ് കേട്ടോ, കാർത്തിക.
ഇത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ. ഒരു കൊച്ചമ്പലമാണേ, 4-5 ദശക്കാരുടെ മാത്രം അമ്പലം. അഭിപ്രായം പറയണേ. നോക്കുക, ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. തന്റെ അമ്പലമോ വേലയോ കാണാൻ ഒരു ഹമുക്കുകളും വന്നില്ലെന്നുള്ളതാണ്. 4 കമന്റുകളാണ് വന്നത്. അതിൽ 2 ഓള് തന്നെ കൊടുത്ത റിപ്ലൈ ആയിരുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. അതായത് ഓള് വ്ലോഗിംഗ് കരിയർ അവസാനിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാവുന്നു. അതായത് ചുറ്റുമുള്ള ആളുകൾ ഓളെ കളിയാക്കുന്നു. വ്ലോഗർ എന്ന പേര് മാത്രം, വ്ലോഗിന് വ്യൂസ് ഇല്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഒരാൾ കമന്റ് ചെയ്യാനില്ല, ഒരാളും ലൈക്ക് ചെയ്യാനില്ല. റീൽസ് താരമെന്ന പേര് മാത്രം പേറിക്കൊണ്ട് മറ്റുള്ള ആളുകളായി, കൂട്ടുകാരായി, സ്വന്തക്കാരായി, ബന്ധുക്കാരായി ഒക്കെ അപഹാസ്യരായി തീരേണ്ടുന്ന ഒരു ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥയിലേക്ക് ആ ഒരു താരം പോകുകയായിരുന്നു. ചന്ദനമണിവാതിൽ പാതിചാരി ോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ താരത്തിന് ഒരു ബോധോദയം വീഴുകയാണ്. അതായത് താരം ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി തയ്യാറാകുകയാണ്. രാത്രിയിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി കുറച്ച് മോഡേണായ വസ്ത്രം ധരിച്ച് താരം എത്തുകയാണ്. അത്തരത്തിൽ ഒരു പാട്ട് മൂളി, അതായത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു പാട്ട് മൂളിയപ്പോൾ അവിടെ ഏതാണ്ട് 94ഓളം കമന്റുകൾ, ഏതാണ്ട് 370ഓളം ലൈക്കുകൾ വരുന്നത് കാണാൻ സാധിച്ചു. അതായത് ദൂരെ എവിടെയോ ഒരു വെള്ളി വെളിച്ചം, അതേ ഒരു വെട്ടം കാണുന്നുണ്ട്, ആരോ അവിടെ ഇരുന്ന് വെട്ടമടിക്കുന്നുണ്ട്. ആരാണ് വെട്ടമടിച്ചത്? അതായത് താരത്തിന്റെ കരിയർ അവസാനിച്ചില്ല, റീൽസ് കരിയറിൽ എന്തൊക്കെയോ തനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. ചില വെള്ളി വെളിച്ചങ്ങൾ കാണുന്നു. അതിനെ തുടർന്ന് താരം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. താരം ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഓഹോ, നിന്റെ ജീവിതം മാറാൻ പോകുന്നു. ഞരമ്പന്മാരുടെ തീ നിന്റെ തലയിലേക്ക് വീഴാൻ പോകുന്നു. നിന്റെ ജീവിതം മാറി മറിയുന്നു. ഞരമ്പന്മാർ നിന്റെ ജീവിതം ഏറ്റെടുക്കുന്നു. റീൽസിൽ വ്യൂസ് ഇല്ല എന്നുള്ള നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, നിന്റെ എല്ലാ പ്രയാസങ്ങളും ഇതോടുകൂടി നിലയ്ക്കുന്നു. അതെ, ആ ഒരു മൂവ്മെന്റോട് കൂടി പിന്നീട് അങ്ങോട്ട് വെച്ചടി കയറ്റമാണ്. അതായത് 1200 ഫോളോവേഴ്സിൽ കിടന്ന താരം ഏതാണ്ട് 45,000-45K ഫോളോവേഴ്സിൽ എത്തി നിൽക്കുന്ന ഒരു വലിയ താരമായി, റീൽസ് താരമായി. അതായത് സമൂഹത്തിന് മുന്നിൽ തന്റെ മാനം വീണ്ടും കിട്ടിയിരിക്കുന്നു. തന്നെ പുച്ഛിച്ചവർക്ക് മുമ്പിൽ, തനിക്ക് റീൽസിൽ വ്യൂസ് ഇല്ല, ഇതൊരു റീൽസ് താരമാണോ എന്ന് ചോദിച്ച തന്റെ സഹപാഠികൾക്ക് മുന്നിൽ, തന്റെ നാട്ടുകാർക്ക് മുമ്പിൽ നെഞ്ചി വിരിച്ചു നിന്ന് അതേ ഞാനൊരു റീൽസ് താരമാണെന്ന് പറയാൻ ഈ വീട്ടമ്മയെ സഹായിച്ചത് മറ്റാരുമല്ല, ആര് കൈവിട്ടാലും കൈവിടാത്ത അതേ ഞരമ്പന്മാർ. കരയുന്ന കണ്ട കരയും, ചിരിക്കുന്ന കണ്ട ചിരിക്കും, തുണി അഴിക്കുന്ന കണ്ട കൂടെ തുണി അഴിക്കുന്ന നമ്മുടെ ഞരമ്പന്മാർ. ആര് കൈവിട്ടാലും കൈവിടാത്തൊരു വിഭാഗം. അതെ, എല്ലാവരും പുച്ഛിച്ച് തള്ളുന്ന ഞരമ്പന്മാർ ഇവിടെയും ഈ ഒരു സ്ത്രീയെ രക്ഷിക്കാൻ എത്തുകയായിരുന്നു. ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിൽ പോലും പോകേണ്ടിയിരുന്ന ഈ ഒരു സ്ത്രീയെ രക്ഷിച്ച ഞരമ്പന്മാരുടെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് കണ്ടില്ലെന്നടിക്കുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. സൂപ്പറാണ് കേട്ടോ. താരത്തിൻ്റെതായ കൂടുതൽ റീൽസുകൾ ഇവിടെ കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അത്രയും അധികം കണ്ടാലറക്കുന്ന, അതായത് ഒരു സമ്പൂർണ്ണ ബഹിഷ്കരണം തന്നെ നടത്തുന്ന രീതിയിലേക്ക് താരം പോയി. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇതിന് മുമ്പോ പിൻപോ ഏതെങ്കിലും ഒരു താരം ഈ രീതിയിൽ വസ്ത്രം ബഹിഷ്കരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത്തരത്തിൽ വസ്ത്രം ബഹിഷ്കരിക്കുന്ന ആദ്യ താരമായി ഈ ഒരു താരം, ഈ ഒരു വീട്ടമ്മ മാറുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? താരത്തെ നെഞ്ചിലേറ്റിയ ഞാനമ്മമാരെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തി. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. മണിവാതിൽ പാതിചാരി നാണങ്ങൾ കണ്ണിലേ
ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി ഹരിചിത്രം മൃദു മനസ്സിൽ ശുഭതീർത്ഥം. ഇല്ല എന്ന് തോന്നിത്തുടങ്ങിയാൽ ഒന്ന് ഓർക്കുക, നിന്നെ സൃഷ്ടിച്ചവൻ കൂടെ. എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്ക് അവിടുത്തെ മസാല ദോശ ഇഷ്ടമാണ്. ഉഴുന്നോട് അതിനേക്കാളും ഇഷ്ടമാണ്.